ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ എന്താണ് നടന്നത് അത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോസ്റ്റ്ലി നാളെ എന്താണ് നടക്കാൻ പോകുന്നതിനേക്കാളും ഇന്ന് എന്താണ് നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡൻറ്റ് ചെയ്ത് എങ്ങനായിരിക്കും നാളത്തെ വ്യൂ, ബാക്കിയുള്ളവർ തരുന്ന ലെവൽസിനനുസരിച്ച് മാത്രം നിങ്ങൾക്ക് ട്രേഡ് പഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് മാർക്കറ്റിൽ എന്താണ് നടന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സെയിം ലെവൽസ് തന്നെയാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതേ ലെവൽസ് തന്നെ ഇന്ന് മാർക്കറ്റ് എൻഡായി കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരുന്നു ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ആയിരുന്നു മാർക്കറ്റ് ഇന്നലെ നിന്നത്. ഓൾമോസ്റ്റ് വേറെ ഓക്കെ, മാർക്കറ്റ് പോസ് എടുത്ത് നിന്നൊരു ഏരിയ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് രണ്ട് ലെവൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ലെവൽ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നമുക്കുള്ള ലെവലാണ് 23,919 എന്ന് പറഞ്ഞൊരു ലെവലും, അതേപോലെ അപ്സൈഡിലോട്ട് നമ്മൾ നോക്കുന്ന ഒരു ലെവലായിരുന്നു 24,149 എന്ന് പറയുന്ന ലെവലും. ഈ രണ്ട് ലെവൽസ് ആയിരുന്നു നമ്മുടെ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്രൂഷ്യലായിട്ട് നിന്ന ഒരു പോയിൻറ്റ്സ്. അപ്പോൾ ഞാൻ നിങ്ങളോട് മോസ്റ്റ്ലി പറഞ്ഞത് ഈ രണ്ട് ഏരിയയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് താഴെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ളൊരു നല്ല മൂവ്, ഡൗൺ സൈഡിലോട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ലെവൽ വരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലോട്ടുള്ളൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യം, മാർക്കറ്റ് ഇവിടെ ആയിരുന്നു ലാസ്റ്റ് ഡേ ക്ലോസ് തന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പോസ് അല്ല. മോസ്റ്റ്ലി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പിന്നെയും നെക്സ്റ്റ് ഡേ പിന്നെയും കണ്ടിന്യൂഷൻ ഫോൾ ആയിരിക്കത്തില്ല തരുന്നത്. ചിലപ്പം കണ്ടിന്യൂഷൻ ഫോൾ തന്നിട്ട് കുറച്ച് ദൂരം മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെ ഒരു പുൾ ബാക്ക് തരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടിയത് മാർക്കറ്റ് അതേപോലെ ഓപ്പൺ ചെയ്യും. ഞാനതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ക്രൂഷ്യൽ ലെവലായിരിക്കും. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു അപ്സൈഡിലോട്ട് പുള്ള് തന്നു, തിരിച്ച് താഴോട്ട് തന്നെ ബ്രേക്ക് തന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇന്ന് പെയറിഷിലോട്ടായിരിക്കും പോകാനുള്ള മോസ്റ്റ്ലി ചാൻസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വോളറ്റൈലിറ്റി ഇൻഡെക്സ് നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ദിവസം ഹൈലി വോളറ്റൈൽ ആയിരിക്കുമോ, നല്ല മൂവ്മെൻറ്റ്സ് കാണാൻ പറ്റുമോ. അതേപോലെ ന്യൂസുകൾ വന്നായിരുന്നു മാർക്കറ്റിൻ്റെ ഇടയ്ക്ക് ഉള്ള ടൈമിൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ബെയറിഷ് ട്രെൻഡിൽ തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇന്നെടുത്ത ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. കാരണം നമുക്ക് നല്ല ഉറപ്പുണ്ട്, നമ്മൾ ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ബെയറിഷ് വ്യൂ കിട്ടി, ന്യൂസ് നോക്കുന്ന സമയത്ത് നമുക്ക് ബെയറിഷ് വ്യൂ കിട്ടി. ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴും നമുക്ക് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ നമുക്ക് രണ്ട് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത്. ഒന്നുകിൽ ഈ ഒരു നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു 2-3 ഡേയ്സ് വേണമെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് പോയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ടൊരു മൂവ് തരാം. ഇത് ഞാൻ കർസർ വെച്ച് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനൊന്ന് പോയിട്ട് ഒന്നുകിൽ ഡൗൺ മൂവ് തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി നമുക്കൊരു ഡൗൺ മൂവ് ഈ ഒരു ഏരിയ വരെ ഒരു വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ പറ്റി. അതായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ആ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇവിടെ നിന്നാണ് മാർക്കറ്റ് വീഴുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിന്ന പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് ഫോള് നമുക്ക് തരുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈയെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് എപ്പോഴും നിൽക്കും. ആ ഹൈ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഹൈ ആയിരുന്നു ഈ ഒരു ഹൈ 24,145 എന്ന് പറഞ്ഞൊരു ലെവലിനെ മാർക്കറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ലെവലിനെ നിങ്ങൾ പാസ്റ്റ് നമ്മുടെ തൊട്ട് മുന്നേ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു ഹൈയെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് ഞാൻ കുറേ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്കുള്ള വീഡിയോ. നമുക്കിനി നെക്സ്റ്റ് ഡേയിൽ നമ്മളിങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് ഇപ്പോൾ തന്നെ അനലൈസ് ചെയ്യാം. ഗൈസ്, നാളത്തെ പ്ലാനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നാളെ ഞാൻ കുറച്ച് അധികം ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്സൈഡിലോട്ടുള്ള ലെവൽസ് നിങ്ങൾ വലുതായിട്ട് നോക്കേണ്ട കാര്യമില്ല.
അപ്പ് സൈഡിലോട്ടുള്ള ലെവൽ ഞാൻ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പ് സൈഡിലോട്ടുള്ള ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് ഈ ബെയറിഷ് ട്രെൻഡിൽ നിന്ന് റിവേഴ്സ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് 24,220 എന്ന് പറഞ്ഞൊരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഇനിയൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ 2 ലെവൽസാണ് നാളെ നോക്കി വെക്കുന്നത്. അപ്പ് സൈഡിലോട്ടുള്ള ലെവൽ 23,781 അതേപോലെ ഡൗൺ സൈഡിലോട്ടുള്ള ലെവൽ 23,552 എന്ന് പറഞ്ഞ ലെവൽ. മാർക്കറ്റ് 23,552 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 23,457 എന്ന് പറഞ്ഞ ലെവൽ വളരെ ഈസി ആയിട്ട് അക്കംപ്ലിഷ് ആയി കാണാൻ പറ്റും. അതിന് താഴോട്ട് മാർക്കറ്റിന് പുഷ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് താഴോട്ടുള്ള ട്രേഡുകൾ നിങ്ങൾ തന്നെ ട്രയൽ ചെയ്ത് കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ, ഒരു ക്രൂഷ്യൽ പോയിൻ്റെന്ന് മാത്രമേ ഞാൻ ഈ ഒരു പോയിൻറ്റിനെ പറയുന്നുള്ളൂ. അതേപോലെ ഈ ഒരു ലെവലിന് മുകളിലോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഹൈ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് അപ്പ് സൈഡിലോട്ട് എൻട്രികൾ പ്ലേസ് ചെയ്യേണ്ട, വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ 2 ലെവൽസാണ് ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലും ഈ ഒരു ലെവൽ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് അക്കംപ്ലിഷ് ആവുന്നൊരു ലെവലും കൂടിയാണ്. പിന്നെ ഇല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് പുഷ് തന്ന്, ഇല്ലെങ്കിൽ ഈ ഒരു ലെവലിനുള്ളിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ 2 ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.